എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ച രാവിലെയാണ്. അപ്പോൾ ആദ്യം ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത്. അത് ഞാൻ എടുത്തില്ല. ആദ്യം കിച്ചണിൽ വന്ന് ചോറ് ചൂടാക്കാനുള്ളതും ചായക്കുള്ള വെള്ളം തിളപ്പിക്കാനുള്ളതും എല്ലാം വെച്ച് തുണി വാഷ് ചെയ്യാനുള്ളത് നേരത്തെ തലേന്ന് തന്നെ ഞാൻ അതിനകത്തേക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ലിക്വിഡൊക്കെ അങ്ങോട്ട് ഒഴിച്ചാൽ മതിയായിരുന്നുണ്ടെങ്കിൽ രാവിലെയാണ് കൊണ്ടുവന്നിട്ട് തുണികൾ ഇടുന്നത്. അപ്പോൾ തലേന്ന് തന്നെ തുണികൾ എടുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ലിക്വിഡും നടുവിൽ നമ്മൾ ഇത് ഫാബ്രിക് സോഫ്റ്റ്നർ ഏതെങ്കിലും, പിന്നെ അപ്പുറത്തെ സൈഡിൽ ലിക്വിഡ് തന്നെയാണ്, ഡിറ്റർജൻറ്റ് തന്നെയാണ് ഇടാനുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കൂടുതൽ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമത്തതിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വാഷിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഇത്തിരി ഡിറ്റർജൻറ്റ് എടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് ആ മൂന്നാമത്തെ ആ ഒരു സെക്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സഡ് ലോഡിലാണ് ഇടുന്നത്. മിക്കവാറും അങ്ങനെ തന്നെ ഇടുന്നത് കേട്ടോ, കാരണം നമ്മൾ മിക്സ്ഡ് ആയിട്ട് ഇടണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടതിന് ശേഷം പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി വാതിലൊക്കെ തുറന്ന് നോക്കി. ഭയങ്കര മഴയാണ്. മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കണേ. മിക്ക സ്ഥലങ്ങളിലും മഴ തന്നെ ആയിരുന്നു. അങ്ങനെ മഴയും എല്ലാം ആസ്വദിച്ച് മണി 5:15 ആയിട്ടുള്ളൂ. അങ്ങനെ വേഗം വാതിലടച്ച്. നല്ല ശബ്ദമുണ്ട് മഴയുടെ. അപ്പോൾ ഇന്ന് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും രാവിലെ 11 മണിക്ക് എന്നെയും കൊണ്ട് നൈറ്റ് ഡ്രസ്സ് മേടിക്കാനായിട്ട് പോകണം എന്ന് റയൻ നിർബന്ധമായിട്ട് പറഞ്ഞേക്കണേ. കാരണം ഇന്നലെ തലേന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മടിഞ്ഞ്. അപ്പം ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാലത്ത് തന്നെ ഉച്ചക്കുള്ള ജോലികൾ വരെ തീർത്ത് വെച്ചേക്കാം. കാരണം ഇത്തിരി പച്ചക്കറികളൊക്കെ കയ്യിലുള്ളത് രാവിലെ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് പാകം ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചക്കുള്ള കാര്യം വരെ നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാൻ വേഗം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിനോട് കൂടിയിട്ട് ലഞ്ചിൻ്റെ കാര്യങ്ങളും എല്ലാം ഒന്നിച്ച് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇത്തിരി ഗ്രീൻ ടീ ഞാനത് ഏതായാലും ഉള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗ്രീൻ ടീ ആണ് എനിക്കെടുത്തത്. പപ്പക്ക് ഇത് കട്ടൻ കാപ്പി മധുരമൊക്കെ ഇട്ടിട്ട് അത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ബെഡ് കോഫി തന്നെയാണ് ഇവിടെ 10 മണിക്കത്തെ പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. കോഫി അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാറില്ല. ഇപ്പോൾ റിച്ചാർഡ് പോയതിന് ശേഷം ചായയും കുടിക്കലും നിർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ചായയും കാപ്പിയൊന്നും അങ്ങനെ ശീലമില്ല. റിച്ചാർഡിന് കൂടെ ഇരുന്ന ഒരാൾ കുടിക്കണം, ഒരു കമ്പനിക്ക് ആൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ നിർബന്ധിച്ച് ചായയൊക്കെ കുടിപ്പിക്കണത് കേട്ടോ. അങ്ങനെ റിച്ചാർഡ് പോയതോടുകൂടി എൻ്റെ ചായ കുടിയൊക്കെ തീർന്നു. വേറെ ആർക്കും നിർബന്ധമില്ല ഞാൻ ചായ കുടിക്കണമെന്ന് ഇവിടെ. അപ്പോൾ അങ്ങനെ കാപ്പിയെല്ലാം ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അത് കൊടുക്കുക. റയൻ പിന്നെ കാപ്പിയും ചായയും പാലും ഒന്നും കുടിക്കില്ല. അപ്പോൾ അവനത് വേണ്ട. റോജറിനാണെന്നുണ്ടെങ്കിലും കാപ്പിയൊന്നും വേണ്ട. രാവിലെ പാല് മാത്രമാണ് കഴിക്കണത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം. അല്ലാതെ ബെഡ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുമില്ല. അങ്ങനെ ഞാനില്ലേ ഫ്രിഡ്ജിൽ നിന്ന് ഉച്ചക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തിരി ബീൻസ്, അച്ചിങ്ങ, അത് രണ്ടേ കിട്ടിയുള്ളൂ. കാരണം ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് അത് പപ്പക്ക് തെറ്റി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പോയി, അതുകൊണ്ട് സാധനം കിട്ടിയില്ല. അപ്പോൾ അത് രണ്ടും ഞാനൊന്ന് ബേക്കിംഗ് സോഡയിൽ ഇട്ട് വെച്ച്. പിന്നെ നമുക്കിന്ന് പുട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ച്. പിന്നെ ഇത് 1 കിലോൻ്റെ ഈ പാക്കറ്റ്, അര കിലോൻ്റെ 2 പാക്കറ്റുകൾ. ഇതിൽ എന്തെങ്കിലും ഒരു ഫ്രീ ഇങ്ങനെ മിക്കവാറും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഒരു പെൻസിൽ ബോക്സാണ്. നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആരും ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് വേസ്റ്റിലിട്ട് കൊടുക്കുകയും ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാണ് ഇത് നേരത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് മുൻപ് നമ്മൾ ഒരു 4 തവണ മേടിച്ചപ്പോൾ കിട്ടിയത് ഒരു ഇത് വാട്ടർ ബോട്ടിലായിരുന്നു. അതും ഇവിടെ കുറച്ച് നാളൊക്കെ ഒന്ന് റിച്ചാർഡ് എടുത്തിട്ട് അതും കളഞ്ഞ്. അങ്ങനെ ഈ ഫ്രീ കിട്ടണമെന്ന് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് അടിച്ചുവാരി എടുത്തതാണ് കേട്ടോ. റൂബിയുടെ മുടി കൊഴിച്ചിൽ തീർന്നു വന്നിട്ടുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അപ്പോൾ അതൊന്ന് അടിച്ചുവാരി എടുത്തതാണ്. പിന്നെ ഇതെല്ലാം ബേക്കിംഗ് സോഡയിൽ ഇട്ട് കഴുകി വീണ്ടും പലതവണ കഴുകി എടുത്ത് അതിൻ്റെ അറ്റവും തുമ്പുമൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ അച്ചിങ്ങയുടെ മെഴുക്കുരട്ടിയും പിന്നെ ബീൻസ് തോരനുമാണ് വെക്കണത്. പിന്നെ അതേതായാലും റോജറിനും റയനും ഒക്കെ ഒന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. റയൻ കഴിക്കും, റോജറും കഴിക്കും, എങ്കിൽ തന്നെയും അവർക്ക് വേറെ എന്തെങ്കിലും കൂടി വേണമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചിക്കൻ ഫ്രൈ കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തലേന്ന് തേങ്ങ ചിരണ്ടി വെച്ചതുകൊണ്ട് തന്നെ വേഗം എടുക്കാൻ സാധിച്ച്. തലേന്ന് തേങ്ങ രാത്രി ഞാൻ ഇരുന്ന് ചിരണ്ടി വെച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ 2 തേങ്ങയാണത്.
കാലത്ത് തന്നെ ജോലികൾ തീർത്തിട്ട് പോകണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി തേങ്ങ ഇരണ്ടിയിരിക്കാനുള്ള നേരമൊന്നുമില്ല. അതുകൊണ്ട് രാത്രി തന്നെ തേങ്ങ ഇരണ്ടി ഞാൻ വെച്ചിട്ടായിരുന്നു. കാരണം റയൻ ഇഷ്ടപ്പെടില്ല അങ്ങനെ പല പ്രാവശ്യം നമ്മൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ കുറേ പ്രാവശ്യം ഈ പറഞ്ഞത് പഴയ ഈ നൈറ്റി ഇടല്ലേ വേറെ മേടിക്കും. ഞാനാണിത് മേടിക്കാതെ വെക്കണം. എനിക്ക് എന്തോ നൈറ്റിക്കൊക്കെ പൈസ കളയാൻ എനിക്ക് വലിയ സങ്കടമാണ് എനിക്ക്. കാരണം നമ്മൾ രാത്രിയിൽ ഇടണ എന്നുള്ള ഒരു ചിന്തയിൽ എന്തെങ്കിലും ആയിട്ട് ഞാൻ വേഗം തന്നെ എൻ്റെ ജോലികൾ വേഗം തീർത്തേട്ടാ. അപ്പോൾ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കറികളൊന്നും അതിനെക്കൂടി വേണ്ട, പഴം കൂട്ടിയിട്ടാണ് നമ്മൾ തിന്നുന്നത്. പിന്നെ ഒരു മോരും കൂടി ഒന്ന് പച്ചമോര് ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേറെ ചാറൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു തോരനും ഒരു മെഴുക്ക് പുരട്ടിയും ഒരു ചിക്കൻ ഫ്രൈയും ഒരു പച്ചമോരും കൂടി ഒഴിച്ചിട്ട്, അപ്പോൾ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് താളിച്ചിട്ടാണ് നമ്മുടെ അച്ചിങ്ങ. ഏതായാലും ചെമ്മീനൊന്നുമില്ല, അപ്പോൾ അതൊരു ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് താളിച്ചിട്ട് അതും ഒന്നങ്ങോട്ട് മൂടി വെച്ച് ഇനി ബീൻസ് താളിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് വേവിക്കാമെന്ന് ചോദിച്ചപ്പോൾ സെപ്പറേറ്റ് താളിച്ചിട്ടുണ്ടല്ല. ചില സമയത്ത് തിരക്ക് പിടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളിയൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താളിച്ച് അതിൻ്റെ മീതയിലിടും. അപ്പോൾ നമുക്ക് ടൈം എടുത്തിട്ട് ചെയ്യാതെ വേഗം നേരം കൊണ്ട് മറ്റുള്ള ഉള്ളി പൊളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം റെഡിയാണ് നമുക്ക്, അതുകൊണ്ട് ഞാൻ താളിച്ചിട്ടെടുക്കണം. പിന്നെ എൻ്റെ ഈ ഒരു പിടിയില്ലാത്ത ഈ പാത്രം അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇതെന്താണ്, ഇത് കടായിയാണ് എന്താണ്? ഇതിനെന്തോ ടെസ്ല എന്നാണ് ഏതായാലും അതിൽ എഴുതി വെച്ചേക്കണത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ അർത്ഥമോ അതിൻ്റെ ഭാഷ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര്. ഇതിൻ്റെ പിടികളൊന്നുമില്ല, ഒരു ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ നമ്മൾക്കിത് മൂടിയെടുക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ സൂക്ഷിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആവി അടിക്കും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആവി അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് പെട്ടെന്ന് ഇങ്ങനെ പോരുമില്ല. അതിൻ്റെ മൂടി നല്ലതായിട്ട് തന്നെ പിടിച്ച പോലെ അവിടെ ഇരിക്കും. കാണാൻ നല്ല ഭംഗിയാണ് ഏതായാലും. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കടുകെല്ലാം പൊട്ടിച്ചിട്ട് പിന്നെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ട് ഒന്ന് പതിയെ ഒരുപാട് കളറ് മാറ്റി വഴറ്റണത് എനിക്ക് എന്തോ ഇഷ്ടമല്ല. അതിനകത്ത് കരിയണ പോലെ അങ്ങനെ ഒരു കയ്പ്പ് രുചിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങക്കൂട്ട് അതിനകത്തേക്ക് ഇട്ട് ചെറിയ പെരിഞ്ജീരകം കൊണ്ടാണ് സാധാരണ ഞാൻ ഇടുന്നത്. പെരിഞ്ജീരകം വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ, അധികം ഇട്ടാൽ അതിൻ്റെ വേറൊരു രുചിയായി പോകും. അപ്പോൾ പെരിഞ്ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അതും കൂടി അരച്ച് തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തത് അങ്ങോട്ട് ഇട്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയാറില്ല, ഇവിടെ പീര ഒതുക്കണം എന്നാണ് പറയണത്. സാധാരണ ഇവിടെ ക്യാബേജാണ് ഞങ്ങളുടെ നാട്ടിൽ പീര ഒതുക്കണത്. ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ തോരൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കൽ പതിവില്ല. തോരനൊന്നും ഞങ്ങളുടെ ഇവിടെ പറയാറില്ല. ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് വഴിയൊക്കെ ഇത് കേട്ട് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് തോരൻ എന്ന് പറഞ്ഞത്. നമ്മൾ നമ്മുടെ വീട്ടിൽ പറയുമ്പോഴത്തേക്കും പീര ഒതുക്കിയത് അല്ലെങ്കിൽ പീര ചായച്ചത് അങ്ങനെയാണ് ഇവിടെ പറയണത്. നമ്മുടെ വീട്ടിൽ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയും, നിങ്ങളോട് പറയുമ്പോൾ തോരൻ എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ കഞ്ഞി തിളക്കണതും പുട്ടുണ്ടാക്കണതും ഉച്ചക്കുള്ള കറി ഉണ്ടാക്കണതും ഒക്കെ ഒന്നിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇനി മോരിൻ്റെ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെ ഇത്തിരി വേപ്പില അതൊന്ന് ചതച്ച് പച്ചമുളകിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഐസ് പിടിച്ചിരിക്കണേണ് ഇത് പാല് തിളപ്പിക്കാനെടുത്തപ്പോൾ. കാരണം നമ്മൾ ചിൽട്രയിലാണ് വെക്കണമെങ്കിൽ അറ്റത്തേക്ക് നീക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് ആകാൻ തുടങ്ങും. ശരിക്കും ഐസ് കട്ട പോലെ ആയി തുടങ്ങും. അപ്പോൾ ഇത് കുറച്ച് കട്ടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് കഞ്ഞിയുടെ ചൂട് കൊണ്ടിട്ട് ആ ഐസിൻ്റെ ഇതൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ മീതയിലേക്ക് മിൽക്ക് കുക്കർ എടുത്ത് വെച്ചതാണ്. ഇനി ഇതിനകത്തേക്ക് ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് ഉപ്പും പാകത്തിന് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോര് റെഡി. ഈ മോര് ഞാൻ പാക്കറ്റ് നേരത്തെ മേടിച്ച് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അത് നേരത്തെ 2 ദിവസം മുൻപ് മേടിച്ച് വെച്ചിട്ട് പുളിപ്പിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആരൊരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു മോരിൻ്റെ കൂട്ടത്തിൽ പച്ചമാങ്ങ അല്ലെന്നുണ്ടെങ്കിൽ ആംചൂർ പൗഡർ മേടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പുളി ഉണ്ടാകും ചാറിനെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ എനിക്ക് ആ മോരിൻ്റെ പുളി തന്നെയാണ് എനിക്കിഷ്ടം. മറ്റുള്ള ഒരു പുളി എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരുമല്ലോ മാങ്ങയുടെ. അപ്പോൾ അതെനിക്കത്ര ഇഷ്ടമില്ല. ഏതായാലും അങ്ങനെ പറയണ കേട്ട സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇട്ടത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. റയനൊക്കെ നല്ല എരിവാണ് ഇഷ്ടം. പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഗരം മസാല, മഞ്ഞൾപ്പൊടി,
ഇത്തിരി ഒരു തരി ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ പെരുംജീരകം മുഴുവനോട് കൂടെയും. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇപ്പം ചേർക്കണില്ല, അതിന് പകരം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യണ കൂട്ടത്തിലിട്ടിട്ട് ഏറ്റവും അവസാനം ആകുമ്പോൾ ഫ്രൈ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. ആദ്യമേ പച്ച ചിക്കൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം വെന്ത് അവസാന ഭാഗം പോകുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്തിരി പച്ചമുളക് ഇത് വേപ്പില ഇത് മൂന്നും കൂടിയിട്ട് ചതച്ചിട്ടിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാതിരുന്നത്. ഇതൊക്കെ നാടൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഈ ചൈനീസ് വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു രുചി ഇഷ്ടപ്പെടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ വറുക്കണത് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് തനി നാടനായിട്ട് കഴിക്കാം. ഇവിടെ വെളിച്ചെണ്ണ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ഓയിലിൽ തന്നെയാണ് വറുക്കണത്. അങ്ങനെ എല്ലാ സ്ഥലവും ഒന്ന് തുടച്ച് വേഗം ഒന്ന് വൃത്തിയാക്കി. അപ്പോഴേക്കും റോജർ വന്ന് അവിടെ നിന്ന് ഓരോ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഞാനിതൊക്കെ വീഡിയോയിൽ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാണിച്ചു എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ റോജർ ഇപ്പം നേരത്തെ താഴേക്ക് വരണുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കും ലേറ്റ് ആയിട്ടല്ലേ വരുള്ളൂ എന്നൊക്കെ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. നേരത്തെയൊക്കെ 12 മണിക്കല്ലേ വരുന്നത്, ഉച്ചക്ക് കഴിക്കാൻ കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നേരത്തെയൊക്കെ വരണുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നേരത്തെ വരണുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ നേരത്തെ വന്നേക്കുന്നുണ്ട്. ഇന്നാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം റോജർ ബാംഗ്ലൂരേക്ക് പോകണ ദിവസമാണ്. അതൊരു ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്ന് കൊണ്ടുപോകാനൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മിക്കവാറും അവൻ വേറൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ ഇവൻ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുള്ളൂ, ഒന്നും കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കണോണ്ട് എന്നോടൊന്നും ഉണ്ടാക്കണം. എങ്കിലും എനിക്കൊരു വിഷമമാണ് എന്തെങ്കിലും വേണ്ടേന്നൊക്കെ. അവർ ഒരു സാധനം വേണ്ട. റോജറിനാണെങ്കിൽ ഇപ്പോൾ ഒന്നും ഇങ്ങനെ കൊണ്ടുപോകണതേ ഇഷ്ടമല്ല. ഇത് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജോലി ഭാരം കുറഞ്ഞ്, പക്ഷേ എനിക്കൊരു പ്രയാസമാണ് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് വിടണം എന്നുള്ള. ഇപ്പോൾ ഡൽഹിയിൽ പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറയണത്. അപ്പോൾ എനിക്കൊരു വിഷമം വരുന്നത്. എന്നിട്ട് സമ്മതിച്ചില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നില്ല. അപ്പം ഇന്നും ഒന്നും വേണ്ട. അപ്പോൾ ഇത് റയന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ്ട് നല്ല ടേസ്റ്റാണ് പേരക്ക കഴിക്കാനായിട്ട്. ഇപ്പോൾ ഒരുപാട് പേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ റയൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെയല്ലേ കഴിക്കണം. പിന്നെ വേഗം 2 മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്ത് അത് റൂബിക്ക് കൊടുത്തിട്ടും വേണം എനിക്ക് ഇത് കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് ഓവനിൽ വെച്ചിട്ട്, കാരണം അവളുടെ ചിക്കൻ ഉണ്ടെങ്കിലും അത് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല. ഇവള് ഈ പ്രയർ ടൈമിൽ അവൾ കഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ വെച്ചേക്കണേ. അപ്പോൾ ഇത് ഏതായാലും ഇപ്പോൾ 2 മുട്ട കൊടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അതും ഒന്ന് വേവിച്ചൊക്കെ എടുത്ത് അത് കൊടുത്തിട്ട് അവൾ ഒരു പകുതിയെ കഴിച്ചോളൂ. പക്ഷേ അതിൽ എനിക്ക് വിഷമമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്. അയ്യോ ഇനി അവൾക്ക് വേണമായിരുന്നോ, ഇതിപ്പോൾ വേണ്ടെങ്കിൽ അവിടെ മൂടി വെക്കാമല്ല. അങ്ങനെ മൂടി വെച്ച് നമ്മൾ 2 കൂടി എവിടെയാണ് റയനെ പോണത്? ചെറുലായിലാണ് പോണത്. ചെറുലായിൽ ഞാൻ റയനും കൂടി എനിക്ക് നൈറ്റ് മേടിക്കാൻ വേണ്ടിയാണ്. ഇവൻ എന്നെ തല്ലിക്കൊണ്ടുപോണേണ്. ഇവൻ മുംബൈയിൽ പോളേന് മുമ്പ് തന്നെ മേടിക്കുമെന്ന് പറഞ്ഞ് കുറേ നിർബന്ധിച്ച്, പിന്നെ ഞാൻ അവൻ വന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞ് ഇപ്പം അവൻ വന്നിട്ടും പോകാതെയായിട്ട് അവൻ നിർബന്ധിച്ച് ഇന്ന് കൊണ്ടുപോണേ. അപ്പം ഞങ്ങൾ ചെറുലായി പോയി നൈറ്റിയൊക്കെ നോക്കട്ടെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം. എൻ്റെ സൈസിനത്തെ നൈറ്റിയും വേണം. എനിക്ക് ഞാൻ ചെറിയ നൈറ്റ് നോക്കിയിട്ടാണ് പോണത്. ഞാൻ ഭയങ്കര പൊക്കം കുറവൊക്കെ, പറ്റുന്ന നൈറ്റ് കിട്ടിയാൽ എടുക്കും, അല്ലെങ്കിൽ എടുക്കാതെ പോരും. അല്ലേ റയനെ? അതെയാ? അപ്പോൾ റയൻ ഫോണും പിടിച്ചിട്ടേ ഓട്ടോ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കണേണ്. അതാണ് നേരെ നോക്കാതിരുന്നത്. അങ്ങനെ ഓട്ടോ വന്ന് ഞാനും റയനും കൂടി ഓടി അവിടെ അപ്പുറത്തെ സൈഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പതിയെ ഒന്ന് വെറുതെ ക്യാമറ തിരിച്ച് കാണിച്ചു. ഇവിടെ കാട് പിടിച്ച് കയറണം. എത്ര ഭംഗിയായിട്ട് പുൽത്തകടിയൊക്കെ ഉണ്ടാക്കിയിട്ട ഗ്രൗണ്ടായിരുന്നു. ഇതിപ്പോൾ മൊത്തം കാട് കയറി നാശമായിട്ട് കിടക്കണേണ് കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസിന് മുൻപ് ഇവർ ക്ലീൻ ചെയ്തത് പഴയതുപോലെ നല്ല പുല്ലാക്കി നിർത്തുവാന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഓട്ടോ വന്ന് അപ്പോൾ ഈ ഓട്ടോൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലിങ്ങനെ അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണേണ്. ആ ഓട്ടോക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അടിപൊളി ഓട്ടോയാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ പറഞ്ഞു പോകും. കാരണം ഒരു കാറിലെ സെറ്റപ്പ് മൊത്തം ആ ഓട്ടോയിലുണ്ട്. ഒരുപാട് സ്പോട്ട് ലൈറ്റുകളും സ്ലൈഡിങ് വിൻഡോ വരെ ഉണ്ട്. അത് മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടച്ചിടാം, അല്ലെന്നുണ്ടെങ്കിൽ കാറ്റ് വേണമെന്നുണ്ടെങ്കിൽ തുറന്നിടാം. പിന്നെ അവിടെ സ്പീക്കറുണ്ട്, പാട്ട് വെച്ചിട്ടുണ്ട് അതില്ല. പിന്നെ ഒരു നല്ലൊരു പെർഫ്യൂം നമ്മൾ കാറിൽ തൂക്കിയിട്ടില്ല, അതുപോലത്തെ തന്നെ ഇതിനകത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം ഉള്ള നല്ലൊരു ഓട്ടോ കേട്ടോ. അതുപോലെ സീറ്റ് ശരിക്കും കാറിൻ്റെ സീറ്റാണ് വെച്ചേക്കണത്.
അമേരിക്ക കാറിലിരിക്കണ പോലെയാണ്. അപ്പോൾ റയൻ പറഞ്ഞത് ഡ്രൈവറിൻ്റെ 2 ഡോർ അവിടെ തുറന്ന് കിടക്കുകയാണ്, അപ്പോൾ അതിൽ കൂടി മഴ പെയ്താൽ കയറൂലെന്നൊക്കെയാണ് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല ഒരു ഓട്ടോ ഇരുന്നിട്ട് തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നത് പാലസ് റോഡാണ് കേട്ടോ, ചെർലായി കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പാലസ് റോഡെന്ന് പറയും. അപ്പോൾ ഈ പാലസ് റോഡെന്ന് പറയുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വഴിയാണ്. ഇവിടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനായിട്ട്. പക്ഷേ ഇത് നല്ലൊരു ഷോപ്പിംഗ് ഏരിയയാണ്. ഒരുപാട് കടകളാണ്, സ്വർണ്ണക്കടകളും എന്ത് സാധനങ്ങളും മേടിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കടകളും ഉള്ള ഈ ഒരു സ്ട്രീറ്റാണ് പാലസ് റോഡ്. അപ്പോൾ ആ സ്ട്രീറ്റിലാണ് വന്നിട്ട് ഈ നൈറ്റിയൊക്കെ മേടിച്ചത്. അവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെയാണ് പണ്ട് എനിക്ക് അവിടെ നിന്ന് നൈറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ കടയിൽ നിന്ന് തന്നെ വീണ്ടും ഇപ്പം മേടിച്ച്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഏതായാലും നടന്ന് ഇവിടം വരെ വന്നു. 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനാണ് നോക്കി ഇവിടെ വന്നത്. പക്ഷേ നമ്മൾ നോക്കിയ സാധനങ്ങൾ 1-2 കടയിൽ കയറിയിട്ട് കിട്ടിയില്ല. കുറച്ച് ഞങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മേടിക്കാൻ വേണ്ടി. അങ്ങനെ നടന്ന് വെയിൽ കൊള്ളണതല്ലാതെ വേറെ കടകൾ നമ്മൾ വിചാരിക്കുന്ന സാധനം കടയിലൊന്നും കിട്ടിയില്ല. നടന്ന് കൃഷ്ണ കഫേയുടെ മുമ്പിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും കൃഷ്ണ കഫേയുടെ മുന്നിൽ വന്നതല്ലേ, ഒരു മസാല ദോശ കഴിച്ചിട്ട് പോകാടാ. ഒട്ടും തന്നെ വിശക്കണില്ല, നമ്മൾ ഫുഡ് കഴിച്ച ഉടനെയാണ് ഇറങ്ങി വന്നത്. അങ്ങനെ ഏതായാലും മസാല ദോശയും കഴിച്ച് ഒരു വടയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ വാതിക്കൽ ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ ബുക്ക് ചെയ്യേണ്ടിയും വന്നില്ല, വേഗം ആ ഓട്ടോയിൽ കയറി നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേറൊരു വീട്ടിലൊരു സാധനം കൊടുക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും പപ്പനെ കൊണ്ട് അത് ഇടിപ്പിച്ച് അത് കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് വന്നിട്ടാണ് റൂബിനെ കണ്ടത്. അപ്പം നമ്മുടെ റൂബി എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് ഞാൻ വന്യയാണെന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ അകത്തോട്ട് കയറാതെ തന്നെ ഈ സാധനം മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന നേരം കൊണ്ട് റൂബി ബഹളം ഉണ്ടാക്കിയിട്ട് പപ്പ റൂബിനെയും എടുത്തിട്ട് പുറത്ത് നമ്മളുടെ ഗേറ്റിൻ്റെ പുറത്ത് അവിടെ ആ മതിലിൽ കയറിയിട്ട് റൂബിനെയും കയറ്റി വെച്ചിട്ട് ഇരിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് റൂബിയുടെ ഒരു സ്വഭാവം. എന്നെ കണ്ടുപോയില്ലേ, കണ്ടില്ലെന്നുണ്ടെങ്കിൽ കാത്തവിടെ ഇരിക്കും, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് കണ്ട അവിടെ ഇരിക്കണേണ് മതിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നൈറ്റ് മേടിച്ച കൂട്ടത്തിൽ 2 പാൻറ്റീസും കൂടി എടുത്താണ് ആദ്യം തന്നെ കാണിക്കുന്നത്. എന്തൊക്കെയാണ് കാണിക്കണതല്ലേ. അപ്പോൾ ഇത് നല്ല ഒരു എലാസ്റ്റിക്കിൻ്റെ മറ്റേ ലൈറ്റായിട്ടുള്ള എലാസ്റ്റിക്കാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എലാസ്റ്റിക്കിൻ്റെ ഒരു പാട് അങ്ങനെയൊന്നും ഉണ്ടാകാത്ത ഒരു എലാസ്റ്റിക്. ഇതുപോലത്തെയാണ് ഭൂരിഭാഗം ഞാൻ മേടിക്കുന്നത്. മറ്റ് വീതിയുള്ള എലാസ്റ്റിക്കിൽ നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. ഇത് നല്ലൊരു ഇതാണ്. ആൽബയുടെ 195 രൂപയാണ് ഒരെണ്ണത്തിന്. 2 എണ്ണം ആവശ്യമില്ല എങ്കിൽ തന്നെയും മേടിച്ചത്. പിന്നെ ഞാൻ രാത്രിയായപ്പോൾ ഈ നൈറ്റ് എടുത്ത് കൊടുത്തിട്ടുള്ള വീഡിയോ ആയിട്ട് അത് ഞാൻ മഞ്ഞൾ ഇട്ടേക്കണേണ് മുഖത്ത്. കാരണം നമ്മുടെ കറിമഞ്ഞളില്ലേ, ശുദ്ധമായ മഞ്ഞളാണല്ലോ നമ്മൾ ഇപ്പം മേടിക്കണത്. ഒറിജിനൽ മഞ്ഞൾ മേടിച്ച് പൊടിച്ചെടുക്കണതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുഖത്തിടാം. അല്ലാതെ കടയിൽ നിന്ന് മേടിക്കണ മഞ്ഞൾ നിങ്ങൾ മുഖത്ത് ഇടരുതായിട്ട്, അത് കൂട്ടുള്ളതാണ്. ഇത് കൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. കാരണം എനിക്ക് മുഖത്ത് ഭയങ്കര ചൊറിച്ചിൽ. അപ്പം ഞാൻ ആ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ മഞ്ഞൾ. കറിമഞ്ഞൾ തന്നെയാണ്. അപ്പോൾ ആ നൈറ്റ് ഇട്ടതുകൊണ്ട് അതങ്ങനെ ഞാൻ കാണിച്ചതായിരുന്നേ. പിന്നെ ഇതാണ് വേറെ 2 എണ്ണം മേടിച്ചത് കേട്ടോ. അപ്പോൾ റയന് ലോങ് നൈറ്റ് എടുക്കണ്ടെന്നൊരു നിർബന്ധം. അവിടെ ഇത് ഇട്ടേക്കണുണ്ടായപ്പോഴത്തേക്കും ഇതാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ബെല്ല ഒരെണ്ണം തന്നായിരുന്നല്ലോ, അപ്പോൾ അത് ഇഷ്ടമായിരുന്നു ഞാനത് ഇടണത്. അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ മതി എന്ന് പറഞ്ഞ് എടുത്തതാണ്. എനിക്ക് ലോങ് നൈറ്റ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു നൈറ്റിക്ക് 350 രൂപ വെച്ചാണ് ഓരോന്നിനും ആയത്. അതിൽ ഏതോ ഒരെണ്ണം 340 രൂപയാണ്, ബാക്കി 2 എണ്ണം 350 വെച്ചാണ്. അങ്ങനെയാണ് അതിൻ്റെ വില ഉണ്ടായിരുന്നത്. നല്ല കോട്ടൺ നൈറ്റിയാണ്. അങ്ങനെ അതെടുത്ത് എനിക്ക് ഇനിയിപ്പോൾ രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഫുള്ളായിട്ട് അറ്റം വരെ ഉള്ളതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നമ്മൾ അണ്ടർ സ്കേർട്ട് ഇടേണ്ടി വരും രാത്രി കിടക്കുമ്പോഴേ, ഫുള്ളായിട്ട് കാല് മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടേ.
എനിക്കങ്ങനെ ആ ഒരു ഇത് നമുക്ക് പകൽ സമയത്ത് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് നടക്കാം, ഫ്രോക്ക് പോലെ. ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെ നൈറ്റിയല്ലേ മേടിക്കണത്. അങ്ങനെ ഏതായാലും അത് മേടിച്ചിട്ട് പിന്നെ അതുമേൽ കുറേ പണി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കെട്ടൊക്കെ താഴെയിട്ടായിരുന്നു അവർ പിടിപ്പിച്ച് വെച്ചത്. എൻ്റെ ഹൈറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ് കേട്ടോ. ആ കെട്ടെല്ലാം എടുത്ത് ഞാൻ ഹൈറ്റുള്ളവർക്ക് ആ കെട്ട് കയറി നിൽക്കും ശരിക്കും. എനിക്കത് താഴെ കിടക്കണമായിരുന്നു. അതൊക്കെ അഴിച്ചെടുത്ത് ഞാൻ മുകളിലൊക്കെ കയറ്റി പിടിപ്പിച്ച് കുറേ പണിയുണ്ടായിരുന്നു ആ നൈറ്റിമേൽ. കൈയെല്ലാം മടക്കി തേച്ച്, കൈയെല്ലാം നല്ല നീളം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മടക്കി തേച്ച് അങ്ങനത്തെ കുറേ പണികൾ അത് രാത്രിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ആ നൈറ്റി ഇട്ടിട്ട് ഞാൻ ആ മഞ്ഞൾ തേച്ച് നിൽക്കണത് ഞാൻ കാണിച്ചത് കേട്ടോ. പിന്നെ ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ചിക്കൻ വറുക്കണമല്ല, അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണതിലേക്ക് വറുക്കുന്നതിന് മുൻപായിട്ട് ഇത്തിരി കോൺഫ്ലവർ ഇട്ട് പുരട്ടിയിട്ടാണ് നമ്മൾ വറുക്കാനിട്ടത്. ഇനിയിപ്പോൾ അത് വറുത്ത് 3/4 90% ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പച്ചമുളകും വറ്റൽമുളക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ ഇങ്ങനെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിനകത്ത് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് 2 ബാച്ചായിട്ട് അത് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ നിങ്ങൾ ഈ ചിക്കനൊക്കെ വറുക്കുമ്പോൾ റിച്ചാടിനെ ആയിരിക്കുള്ളൂ ഓർക്കണത്. അപ്പോൾ റിച്ചാടിന് അവിടെ അധികം ഫുഡൊന്നും റിച്ചാർഡ് കഴിക്കണില്ല, നമ്മൾ വണ്ണം കുറക്കണമല്ല. പിന്നെ നമ്മളുടെ വീട്ടിലെ പോലെ ഓർഡർ ചെയ്ത് കഴിക്കാനൊന്നും പറ്റിയൊന്നുമില്ല, വീട്ടിൽ പറഞ്ഞ് ഉണ്ടാക്കിക്കാനും പറ്റൂലല്ലോ, അവിടെ ഉണ്ടാക്കണതല്ലേ പറ്റുള്ളൂ. പിന്നെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കിച്ചണിലുള്ള ആളുകളുടെ അടുത്ത്, അതുകൊണ്ട് കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും അവർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വണ്ണം കൂടൂലേ. അപ്പോൾ അതുകൊണ്ട് ആൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. രാത്രിയൊക്കെ വെറുതെ ചപ്പാത്തി കറിയൊന്നും ഇല്ലാതെയാണ് കഴിക്കണമെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഈ ചിക്കനൊക്കെ ഓർത്ത് നോക്കുമ്പോൾ ഞാൻ അവനെ ഓർക്കണത് ഇത് കാണുമ്പോഴും. അപ്പം അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാണ് ആളിതിനകത്ത് നിൽക്കുന്നത്. നന്നായിട്ട് തന്നെ വെയിറ്റ് കുറയുന്നുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ സുഖമായിട്ടിരിക്കണം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്താണ് റിച്ചാൻ്റെ കാര്യം പറയാത്തതെന്നൊക്കെ കമൻസിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വീട്ടിലെല്ലാവരുടെ കാര്യമില്ലേ നമ്മൾ പെട്ടെന്ന് പറയുള്ളൂ. കാരണം വീഡിയോയിൽ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയാൽ പിടിക്കുകയും ചെയ്യണത് ഇന്നാൾക്കാണെന്നൊക്കെ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. അതാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ചിക്കൻ ഫ്രൈ കണ്ടുകഴിഞ്ഞപ്പോൾ റിച്ചാനെ ഞാൻ പെട്ടെന്ന് ഓർത്ത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവരുടെ ഫുഡെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഈ ഫുഡ് ഇങ്ങനെ വിളമ്പണത് കേട്ടോ. അപ്പോൾ തോരനും മെഴുക്ക് പുരട്ടി, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, ചിക്കൻ ഫ്രൈ, കുറച്ച് സാലഡൊക്കെ എടുത്ത് വെച്ച്, ചോറൊക്കെ വെച്ച്, ഇത്തിരി മോര് അത് പച്ചമോരും ഒഴിച്ച്. അപ്പോൾ ആരോ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി വളരെ കുറച്ചല്ല ചോറെല്ലാം ഇങ്ങനെ വേണം കഴിക്കാനായിട്ട്, കറികളൊക്കെ കൂട്ടിയെടുത്തിട്ട് ചോറ് കുറക്കുക, ഇപ്പോഴെങ്കിലും ചേച്ചി അങ്ങനെ ചെയ്തില്ല എന്ന്. പക്ഷേ ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോറൊന്നും എനിക്കൊന്നും ആവില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോറിട്ട് തിന്നും, എന്നാലേ എനിക്ക് എൻ്റെ എനർജി കിട്ടി എൻ്റെ ജോലികൾ നടക്കുള്ളൂ വീട്ടിൽ. ഞാനൊക്കെ ചോറൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചപ്പാത്തിയൊക്കെ തിന്ന് മാത്രം ജീവിക്കാൻ പറ്റില്ല, അതൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ചയൊക്കെ ഇത്തിരി ചോറ് കുറച്ച് എല്ലാ ദിവസവും അങ്ങനെ കഴിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അവശതയാകും. പിറ്റേ ആഴ്ചയിൽ ഞാൻ നേരത്തെ പോലെ കഴിക്കണ പോലെ തന്നെ കൂടുതൽ കഴിച്ച് എൻ്റെ എനർജിയൊക്കെ വീണ്ടെടുക്കും. അതൊക്കെയാണ് എൻ്റെ ഒരു അവസ്ഥ. ഓരോരുത്തരുടെ ശരീരപ്രകൃതം അനുസരിച്ചാണ് ഓരോരുത്തരുടെ കാര്യങ്ങൾ പോണത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് തുണികൾ മടക്കാനുള്ളതൊക്കെ എടുത്ത് മടക്കി റോജറിന് കൊണ്ടുപോകാനുള്ളത് റോജർ ആദ്യം തന്നെ പെറുക്കി അതിനകത്തുനിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാം വെയിലത്തിട്ട് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം റോജർ പാക്ക് ചെയ്യാനായിട്ട് മുകളിലേക്കും കൊണ്ടുപോയി. പിന്നെ രാത്രി സന്ധ്യ ആയപ്പോഴത്തേക്കും പാത്രങ്ങളെല്ലാം, ചായയും എടുത്ത പാത്രവും പിന്നെ നമ്മൾ കറികളെല്ലാം ആ ഒരു ടിഫിൻ ബോക്സിൽ തന്നെ 2 കറികളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ആ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എല്ലാം കഴിഞ്ഞ് റോജർ ഇപ്പോൾ പോകാനിറങ്ങി വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവന് രാത്രി ഒന്നും ഭക്ഷണം വേണ്ട, ഒന്നില്ലെങ്കിൽ 2 ചിങ്ങമ്പഴം കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേരൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത്. ഒന്നും വിളമ്പണ്ട, വേറെ ഭക്ഷണങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ്. എന്നിട്ട് ആൾ അത് കഴിക്കാതെയാണ് പോയത്. കാരണം ഇവർ വണ്ടി ബുക്ക് ചെയ്യണ സമയത്ത് ചിലപ്പോൾ വണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ വൈകിട്ടായിരിക്കുള്ളൂ വരണത്. പക്ഷേ ഇന്നിപ്പോൾ വണ്ടി ബുക്ക് ചെയ്തപ്പോൾ തന്നെ വേഗം വന്നതുകൊണ്ട് കഴിച്ചില്ല. അപ്പം ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു സ്റ്റാൻഡുകളെല്ലാം എടുത്തിട്ട് ഒന്ന് തേച്ച് കഴുകിയെടുത്താണ്. കാരണം അതിലേക്ക് എണ്ണ പിടിച്ചിട്ടുണ്ട്. ആ എണ്ണയോടുകൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ ഇങ്ങനെ സൈഡിലേക്ക് വരും, ചൂടായി വരുമ്പോഴത്തേക്കും ഇല്ലേ സൈഡിലേക്ക് ഇങ്ങനെ സ്ക്വയറായിട്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ വന്നാണ്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനെടുത്ത് കഴുകിയതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനത് കഴുകില്ലായിരുന്നു. എപ്പോഴും എടുത്തിട്ട് കഴുകി വെറുതെ ഇതാക്കണ്ടല്ലോ, നമുക്ക് അഴുക്കുണ്ടെങ്കിൽ മാത്രം നമ്മൾ കഴുകിയാൽ മതിയല്ല. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് കഴുകലും തുടക്കലും ഒക്കെ കുറക്കണത്. വെറുതെ ഇട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് നടക്കണം. നടന്നു കഴിഞ്ഞ് വന്ന് ഒന്ന് മേല് കഴുകിയിട്ട് പിന്നെ പ്രെയർ, പിന്നെ ഡിന്നർ, അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഈ നടക്കണ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കണുണ്ട് നിങ്ങളുടെ അടുത്ത്. കാരണം നമ്മളുടെയൊക്കെ ഏജുള്ള ആളുകൾ അസുഖങ്ങൾ വരുത്തുന്നതിന് മുൻപേ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ അസുഖങ്ങളെ മാറ്റി നിർത്താനും നമ്മളുടെ വണ്ണം ഒരുപാട് കൂടെ ഓവർ ആകാതിരിക്കാനും ഒക്കെ നല്ലതാണ്.
നമ്മൾ വീട്ടു ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടു ജോലി കൊണ്ടൊന്നും നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു എക്സസൈസ് കിട്ടൂല. അതൊക്കെ പണ്ടത്തെ കാലത്തുള്ള ആളുകൾക്ക് അതിനൊക്കെ മുറ്റോടിക്കൽ, അലക്കൽ, വിറക് വെട്ടൽ അതൊക്കെയാണ് എക്സസൈസ്. ഇപ്പം അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വീട്ടു ജോലി ചെയ്ത് എക്സസൈസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ ഈ മസിൽ പിടുത്തം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ രാത്രി കിടക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഇല്ലേ. അപ്പോൾ അതൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് നടന്ന് നോക്കുക. നിങ്ങളതൊക്കെ മാറിയിരിക്കുക, ഉറപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഇങ്ങനെ പോകും മല കയറണ പോലെ. അങ്ങനെ റയൻ്റെ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചേട്ടൻ അവൻ ഇത് കാറിനകത്തേക്ക് കയറ്റാൻ വേണ്ടി ബാഗൊക്കെ ഇട്ട് കൊണ്ടുപോകണേണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ വരുന്ന സമയത്താണെങ്കിൽ റയൻ ഓട്ടോയിൽ ഇരുന്ന് എന്തോ ഒരു തമാശകളാണ്. ഞാൻ ചിരിച്ച് ചത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കേണ്ട സ്ഥലത്ത് ഞാനിങ്ങനെ പൊത്തിപ്പിടിച്ച് അധികം ശബ്ദമില്ലാതെ ചിരിച്ച് എനിക്ക് തന്നെ തൊണ്ടവേദന എടുക്കണ പോലെയൊക്കെ അത്രയും ചിരിപ്പിക്കും റയൻ. അങ്ങനെയാണ്, അവനോട്ട് ചിരിക്കേയില്ല കേട്ടോ. അപ്പോൾ പപ്പയുടെ പുറത്ത് പപ്പയുടെ ഫ്രണ്ടും ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് മിക്കവാറും ഇവർ ഇറങ്ങി പോണത് കേട്ടോ. അപ്പോൾ റോജറിനാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെയും ബാംഗ്ലൂരിൽ നിന്ന് പോയി ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണമായിരുന്നെങ്കിലും ഇവർ നേരത്തെ താമസിച്ചിരുന്ന ആ ഫ്ലാറ്റിൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. വെള്ളം എല്ലാ ദിവസമൊന്നും വരുന്നില്ല. അവർ തന്നെ കുളിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പോയില്ല. ഇവനും കൂടി ചെന്ന് കൂടുതൽ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് വെച്ച്. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യം ചെയ്തുകൊണ്ട് റോജർ അവിടേക്ക് പോയതിന് ശേഷം അവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്